എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഭാർഗവി നിലയത്തിന് സമാനമായ ഒരു കെട്ടിടം. പറഞ്ഞു വരുന്നത് കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും പഴയ കെട്ടിടത്തെക്കുറിച്ചല്ല. കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന എനിക്ക് മുന്നിൽ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ്. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായും അടർന്നു മാറിയിരിക്കുന്നു. ഇത് ഒരിടത്തെ മാത്രം അവസ്ഥയല്ല, മിക്കവാറും സ്ഥലങ്ങളിലെ എല്ലാം അവസ്ഥ ഈ കോൺക്രീറ്റ് പാളികൾ അടർന്നു മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇരുമ്പ് കമ്പികളുണ്ട് കോൺക്രീറ്റ് ഉപയോഗിച്ച, ആ കമ്പികളൊക്കെ തന്നെ ദ്രവിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഒപ്പം തന്നെ വൈദ്യുതി കടന്നു പോകുന്ന പൈപ്പുകളുണ്ട്, ആ പൈപ്പുകളൊക്കെ തന്നെ ദ്രവിച്ചിരിക്കുന്ന അവസ്ഥ, അത് തകർന്നു വീഴാനായിരിക്കുന്ന അവസ്ഥ. ഏതെങ്കിലും തരത്തിൽ ആ പൈപ്പ് പൊട്ടി താഴേക്ക് വീണ് കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വേണം ഇവിടെ നിൽക്കാൻ. ഇതെല്ലാം ഇടിഞ്ഞ് എപ്പോൾ വീഴുമെന്ന് ചോദിച്ചാൽ മതി. മൊത്തം പൊളിഞ്ഞിരിക്കുക. അതായത് ഒരു കൊറിയർ ഓഫീസ് കിടക്കുന്ന അതിനകത്താണെങ്കിൽ പേടിച്ച് വേണം ആൾക്കാർക്ക് നിൽക്കാൻ. ആ അവസ്ഥയാണ്. മേൽക്കൂരകളുടെ മാത്രമല്ല, ഭിത്തികളുടെ അവസ്ഥ വിഭിന്നമല്ല. ഭിത്തികളെല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്, പാളികൾ അടർന്നിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരം. കാരണം ഈ കമ്പികളെല്ലാം പുറത്ത് കാണുന്നു. വല്ലാത്തൊരവസ്ഥയായി. ഇപ്പം അകത്തോട്ട് കയറിയാൽ അറിയാൻ പറ്റും കുറേ ഓഫീസിൻ്റെയൊക്കെ. നമ്മൾ എപ്പം പൊളിഞ്ഞു വീഴുന്നുള്ളൊരവസ്ഥയിലാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇതിപ്പം എങ്ങനെ വീഴുമെന്ന് അറിയില്ല. കുറേ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ കാണുന്നത്. കുറേ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് വന്നപ്പോഴും ഇടയ്ക്ക് പൊളിഞ്ഞ് വീഴുന്നു. നിൽക്കുമ്പോൾ അറിയാതെ പൊളിഞ്ഞ് വീഴുന്നുണ്ട് അത് നന്നായിട്ട്. ഈ കെട്ടിടം പൊളിച്ചു പണിയാനാണ് സർക്കാർ തീരുമാനം. അതിനായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനങ്ങൾ വന്നു. പക്ഷേ നാളിതുവരെ യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ല. ഇവിടെ എത്തുന്ന യാത്രക്കാരോടും ജീവനക്കാരോടും ഒരു ഉപദേശം: നിങ്ങൾ ഒരു അപകട ഇൻഷുറൻസ് എടുക്കുക. ഈ പാളുകളൊക്കെ അടർന്ന് വീണ് അപകടമുണ്ടായാലും ഇൻഷുറൻസ് തുക ലഭിക്കും. എന്തായാലും ഞങ്ങൾ അപകടത്തിൽപ്പെടാതെ ഇവിടെ നിന്ന് മാറുകയാണ്. ഈ പ്രശ്നം ജനപ്രതിനിധികൾ പരിഗണിക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.